നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലിഗയുടെ കിരീട പോരാട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ മത്സരങ്ങളിലൊന്നാണ് ഇന്ന് രാത്രി 7:45 ബാഴ്സലോണയിൽ വെച്ച് നടക്കുന്നത്. എൽ ക്ലാസിക്കോ പോരാട്ടം. ബാഴ്സയും റയലും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ റയലെങ്ങാനും കളി വിജയിച്ച ബാഴ്സയുടെ കിരീട സാധ്യതകൾക്കത് മങ്ങലേൽപ്പിക്കും. കാരണം ഇപ്പോൾ 4 പോയിൻറ്റിൻ്റെ ലീഡിലാണ് ബാഴ്സ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് 1 പോയിൻ്റായിട്ട് കുറയും. അതല്ല, ബാഴ്സ റയലിനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഈ ഡിഫറൻസ് അവർക്ക് 7 വർദ്ധിപ്പിക്കാനും പറ്റും, കിരീടം ഏതാണ്ട് ഉറപ്പിക്കാനും പറ്റും. സോ ഓൾമോസ്റ്റ് ഒരു ഫൈനൽ പോലുള്ള പോരാട്ടമാണ് ഇന്ന് നടക്കുന്നത്. രണ്ട് ടീമും എങ്ങനെയായിരിക്കും ഇറങ്ങുക, 11 എന്തായിരിക്കും? ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലും മറ്റുമൊക്കെ കോച്ചുമാർ ചെറിയ ചില ഹിൻറ്റുകൾ തന്നു എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് സംസാരിക്കാൻ അവർ റെഡി ആയിട്ടില്ല. കൃത്യമായിട്ട് ഫ്ലിക്ക് പറഞ്ഞു ഷെസ്നി ആയിരിക്കും ഗോൾ കീപ്പർ, ലെവൻഡോസ്കി സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല, ബാൾഡെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതേസമയം മറുഭാഗത്ത് ആഞ്ചലോട്ടിയോട് ചോദിക്കുന്നു, ഗ്യൂളറായിരിക്കുമോ അതല്ല റോഡ്രിഗോ ആയിരിക്കുമോ മുന്നേറ്റത്തിലുണ്ടാവുകയെന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും മികച്ചവരാണ്. ഗ്യൂളർ ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്, റോഡ്രിഗോ തിരിച്ചെത്തി, അവനും മികച്ച താരമാണ്, ആരെ ഇറക്കുമെന്ന് നമുക്ക് നോക്കാം എന്നൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ രണ്ട് ടീമിൻ്റെയും പ്രോബബിൾ 11 ഇപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. മാർക്ക് നൽകിയിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് റയലിൻ്റെ ഗോൾ കീപ്പറായിട്ട് കോട്ടുവ തന്നെ ഉണ്ടാകും. ഡിഫൻസിൽ ലൂക്കാസ് വാസ്കസും ഹെസൻസിയോയും ഷൂമനിയും ഫ്രാൻ ഗാർഷിയും ചേർന്നുകൊണ്ട് കോട്ട കാക്കാനാണ് സാധ്യത. അവരുടെ ഡിഫൻസിലെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. മധ്യരേക്ക് വരുമ്പോൾ സെബയോസും വാൽവർത്തയും. മുന്നേറ്റങ്ങളെ സഹായിക്കാനായിട്ട് ആർദ ഗ്യൂളറും ബെല്ലിങ്ങാമും ഉണ്ടാകും. മുന്നേറ്റങ്ങൾ നയിക്കാൻ എംബാപ്പയും വിനിയും. ഇതായിരിക്കും റയലിൻ്റെ ഒരു 11 എന്നാണ് ഇപ്പോൾ മാർക്കയുടെ ഒരു നിരീക്ഷണം. 4-2-3-1 ഫോർമേഷനിൽ അവർ ഇറങ്ങുമെന്ന് കരുതാം. മറുഭാഗത്ത് ഷെസ്നി തന്നെ ഗോൾ കീപ്പർ, അത് ഉറപ്പാണ്. ഡിഫൻസിൽ ജെറാർഡ് മാർട്ടിനും ഇനീഗോ മാർട്ടീനസും കുബാർസിയും എറിക് ഗാർഷിയും. മധ്യനിരയിൽ പെഡ്രിയും ഡിയോങ്ങും. മുന്നേറ്റങ്ങളെ സഹായിക്കാൻ റാഫിഞ്ഞയും ഡാനി ഓൽമോയും ലാമിൻ യമാലും. ഗോളടിക്കാൻ ഫെറാൻ ടോറസ് എന്ന രൂപത്തിൽ അവർ 11 ഇറക്കാനാണ് സാധ്യത. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ റോബർട്ട് ലെവൻഡോസ്കി ഇറങ്ങിയേക്കും. എന്തായാലും മികച്ചൊരു പോരാട്ടം എന്ന് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.